മലയാളികളുടെ വീട്ടിനകത്തൊക്കെ വലിയ സംഘർഷങ്ങളുണ്ടോ? എല്ലായിടത്തും മലയാളി ജീവിക്കാൻ ഇച്ചിരി പ്രയാസപ്പെടുന്നുണ്ടോ? വിദേശ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മലയാളിയായ സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് ചോദിച്ചത്, സാറേ, ഈ രാജ്യത്ത് എല്ലാവർക്കും ജീവിക്കാൻ അറിയാം, മലയാളി മാത്രമാണ് കുടുംബത്തിനകത്ത് അടിച്ച് കലഹിക്കുന്നത്, അവരുടെ വീട്ടിലാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉള്ളത്, അവരുടെ ഇടയിൽ ആത്മഹത്യകളും പിന്നെ മദ്യപാനമൊക്കെ വളരെ കൂടുതലാണ്, എന്ത് ചെയ്താലും ഇവരെ ഒന്ന് നേരെയാക്കാം. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എൻ്റെ സുഹൃത്തെ, വിദേശത്ത് പോയവർ മാത്രമല്ല, ഇവിടെ കേരളത്തിൽ ജീവിക്കുന്നവരും ഇന്ത്യയിൽ ജീവിക്കുന്ന ഇവിടെ മലയാളിയുണ്ടോ? മലയാളിക്ക് എന്തോ ഒരു സാരമായ തകരാറുണ്ട്. ആ വിഷയത്തെ ഒന്ന് അനലൈസ് ചെയ്തുകൊണ്ട് ഒന്ന് ചിന്തിക്കാനാണ് ഈ വീഡിയോ ശ്രമിക്കുന്നത്. അവസാനം വരെ കാണുക, നല്ലതെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഇത്തരം ചർച്ചകളൊക്കെ വളരെ സജീവമാക്കാം. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് വിളിച്ചു. അദ്ദേഹം വിദേശ രാജ്യത്ത് മലയാളികളുടെ ഇടയിലൊക്കെ വളരെ കാര്യമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചത്, സാർ, ഈ മലയാളികളുടെ വീടുകളിൽ വളരെയധികം സംഘർഷങ്ങൾ കൂടുകയാണ്, മലയാളിക്ക് ജീവിക്കാൻ എന്തോ ശരിയായിട്ട് അറിയത്തില്ല, മറ്റുള്ളവരൊക്കെ വളരെ ഹാപ്പിയായിട്ട് ജീവിക്കും, മലയാളി വീടുകളെല്ലാം സംഘർഷപൂരിതമാണ്, അവർ പരസ്പരം കപ്പിൾസ് തമ്മിൽ ഉള്ള പ്രശ്നങ്ങൾ, മക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതിനൊക്കെ എന്താണൊരു കാരണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ വിശദമായിട്ട് അദ്ദേഹം എന്നോട് സംസാരിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു ആ ഒരു വിഷയം തന്നെ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാമെന്ന് വിചാരിക്കുകയാണ്. പ്രധാനമായിട്ടും മലയാളികളുടെ ഒരു വിഷയം ഞാൻ കാണുന്നത്, മലയാളികൾക്ക് മാനസികാരോഗ്യത്തെക്കുറിച്ച് കാര്യമായ ഒരു ചിന്തയില്ല. അവരുടെ ജീവിതത്തിൽ മാനസികാരോഗ്യത്തിന് യാതൊരു പ്രാധാന്യവുമില്ല. അവരെപ്പോഴും മെറ്റീരിയലിസ്റ്റിക്കായിട്ട് വളരെയധികം ചിന്തിക്കുന്ന ആൾക്കാരാണ്. എനിക്കൊന്ന് കഴിഞ്ഞൊരു 30-40 വർഷമായിട്ട് നമ്മുടെ ഫോക്കസ് എല്ലാം മെറ്റീരിയലിലാണ്. എങ്ങനെയെങ്കിലും കുറേ പണം ഉണ്ടാക്കുക, അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉയർത്തുക, വലിയ കാറുകൾ, വലിയ വീട്, വലിയ വലിയ യാത്രകൾ, അപ്പോൾ എല്ലാം ഒരു പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൾച്ചറിലേക്കാണ്. പലപ്പോഴും നമുക്ക് പണം വിട്ടുള്ള ഒരു കളിക്കും മലയാളി തയ്യാറല്ല. അപ്പോൾ അത് പണത്തിന് വലിയ മുൻതൂക്കം കൊടുക്കുമ്പോൾ, ഇപ്പോൾ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, നിൻ്റെ മനസ്സ് എവിടെയാണ് ഇരിക്കുന്നത്, അത് പണത്തിലാണെങ്കിൽ, ദ്രവ്യത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പരിണിത ഫലങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പം ഈ അമിതമായി പണത്തെ സ്നേഹിക്കും, പണം ആവശ്യമാണ്, പണം എല്ലാവർക്കും വേണം, അതിനൊക്കെ നമുക്ക് അധ്വാനിക്കാൻ അറിയാം, അത് ഉണ്ടാക്കാനും അറിയാം. പക്ഷെ ജീവിക്കാൻ അറിയില്ലെങ്കിൽ നമ്മളിതെല്ലാം ചെയ്തത് എന്തിനു വേണ്ടിയാണ്? ജീവിക്കാൻ വേണ്ടിയാണ്. പ്രത്യേകമായിട്ട് ഒരു പ്രശ്നം, മലയാളികൾക്ക് കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊരു പ്രശ്നം ഉണ്ടായാൽ, കഴിവതും അത് മൂടി വയ്ക്കാനും അത് മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യാതിരിക്കാനും ഒക്കെ ഉള്ളൊരു പ്രവണത കൂടുതലാണ്. ഇപ്പോൾ ഭർത്താവിന് തന്നെ ജോലിയിലൊരു പ്രയാസമുണ്ട്, പലപ്പോഴും ഒരു നല്ല സുഹൃത്തുക്കളുമായിട്ട് അത് ചിലപ്പോൾ പങ്കുവെച്ചാൽ അത് ഭർത്താവിൻ്റെ ലെവലിൽ തന്നെ അത് പരിഹരിക്കപ്പെടും. പക്ഷേ അത് പലപ്പോഴും കൊണ്ടുവന്ന് ഭാര്യയ്ക്ക് ആയിരിക്കും ഇട്ട് കൊടുക്കുന്നത്. ആ സംഘർഷം മുഴുവൻ ഭാര്യയുടെ കയ്യിലോട്ട് കൊടുക്കും. പല സ്ത്രീകളും അമിതമായ ഭയമുള്ളവരും ആശങ്കയുള്ളവരും ദേഷ്യമുള്ളവരും ഒക്കെയാണ്. അവരുടെ ആ ഭയത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും എല്ലാം കാരണം അവരുടെ മാനസികാരോഗ്യത്തിലെ ചില പ്രശ്നങ്ങളാണ്. ഞാൻ അല്പം മുമ്പ് ഒരു കപ്പിളുമായിട്ട് സംസാരിക്കുമ്പോൾ ആ ലേഡി ആ വീട്ടിലെ അമ്മ അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞിൻ്റെ അമ്മയാണ്. ആ അമ്മയെ സംബന്ധിച്ച് വലിയ ഫിയറുണ്ട്, വലിയ ആങ്സൈറ്റി ഉണ്ട്, വലിയ ആങ്കറുണ്ട്, വലിയ സ്ട്രെസ്സുണ്ട്. ഈ 4 സാധനം കുറച്ച് ദിവസം ഇങ്ങനെ നമ്മൾ വീട്ടിൽ വെച്ച് ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് കൂടെ ഉള്ള ഭർത്താവ് ചിലപ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്ക് പൊട്ടിത്തെറിക്കും. അപ്പം ഭാര്യയിലുണ്ടായിരുന്ന ഒരു മാനസികാരോഗ്യത്തിൻ്റെ പ്രശ്നം കുറച്ച് കാലം സഹിച്ചും മിണ്ടാതിരുന്നും കുറേ കഴിയുമ്പോഴത്തേക്ക് ഭർത്താവും പൊട്ടിത്തെറിക്കുന്നു. അപ്പോൾ 2 പേരിൽ ഈ പ്രശ്നം ഉണ്ടാകും. ഈ 2 പേരിലെ ഈ പ്രശ്നം അവസാനം കുഞ്ഞുങ്ങളുടെ മേലിലേക്ക് വരുന്നു. അപ്പോൾ കപ്പിൾസ് തമ്മിലുള്ള ഒരു ക്വാളിറ്റി ഇല്ലായ്മ, അല്ലെങ്കിൽ അവരുടെ മെൻ്റൽ ഹെൽത്തിലെ ഇഷ്യൂസ്, അതുപോലെ തന്നെ ഇമോഷണൽ പ്രോബ്ലംസ്, പലപ്പോഴും പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല, പരസ്പരം നല്ല കമ്മ്യൂണിക്കേഷൻ ഇല്ല, പരസ്പരം ഒരു എമ്പതി ഇല്ല. ഒരാൾക്കൊരു വേദന വന്നാൽ, പ്രയാസം വന്നാൽ, ദുഃഖം വന്നാൽ അതൊന്ന് എമ്പതൈസ് ചെയ്യാൻ അറിയത്തില്ല, ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് ഇല്ല. ഇതൊക്കെ വലിയ ക്വാളിറ്റീസാണ് ഈ കാലഘട്ടത്തിൽ. നമ്മൾ വലിയ ഐഫോണൊക്കെ പിടിച്ചുകൊണ്ട് നടന്നുകൊണ്ട്, ബെൻസ് കാറിൽ നടന്നുകൊണ്ടൊന്നും ഇതൊന്നും നമുക്ക് കിട്ടില്ലല്ലോ. ഇതൊക്കെ ഒരു മനുഷ്യനിൽ ഉണ്ടാകേണ്ട ചില പേഴ്സണൽ ക്വാളിറ്റീസാണ്. ഈ ക്വാളിറ്റീസൊന്നും നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാനും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഏത് വിദേശ രാജ്യത്ത് പോയാലും, എത്ര അഡ്വാൻസ്ഡ് കൺട്രിയിൽ ജീവിച്ചാലും ഈ കണാകുണ ആൾക്കാർ എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും. അവരെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ഇതാണ് ഈ മനുഷ്യൻ ചോദിച്ചതിനുള്ള എൻ്റെ ഉത്തരവെന്ന് പറയുന്നത്. മലയാളി എവിടെ ചെന്നാലും അവൻ്റെ ബേസിക് ക്യാരക്ടേഴ്സിൽ, അവൻ്റെ ബേസിക് ക്വാളിറ്റിയിൽ, അവൻ്റെ ബേസിക് ഡിഗ്നിറ്റിയിൽ ഉയർച്ച ഉണ്ടാക്കത്തിടത്തോളം കാലം
കാലം അവൻ എവിടെ ചെന്നാലും അവൻ സംഘർഷത്തിൽ തന്നെയായിരിക്കും. കേരളത്തിലും അവൻ സംഘർഷത്തിലാണ്. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. കുട്ടികളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ രണ്ട് തട്ടിലാണ്. കാരണം ഭാര്യ ഒരു ഫിലോസഫി, ഭർത്താവ് വേറൊരു ഫിലോസഫി. പേരൻറ്റിങ് രീതികളെല്ലാം പരസ്പരം വ്യത്യസ്തമായ ശൈലികളാണ്. അത് കുട്ടികളെ പലതരത്തിൽ ബാധിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇതിൻ്റെ പേരിൽ അടിയുണ്ടാക്കുന്നു. കുട്ടികളുടെ പഠനം മാത്രമല്ല, സ്വഭാവം. ഇപ്പോൾ കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു സ്വഭാവമുണ്ട്, ഇത് നിൻ്റെ അച്ഛൻ്റെ സ്വഭാവമാണെന്ന് ഭർത്താവ് പറയുന്നു, ഇയാളുടെ സ്വഭാവമാണെന്ന് ഭാര്യ പറയുന്നു. അപ്പോൾ ഇതൊന്നും നമ്മൾ ഏറ്റെടുക്കാതെ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൂടുതൽ സംഘർഷം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. വേറൊരു വലിയ വിഷയം അവരുടെ ഹയർ സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ട്, കരിയറുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ, അല്ലെങ്കിൽ കുട്ടികളിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതെങ്ങനെ മാനേജ് ചെയ്യണമെന്നറിയാമോ, അത് വീട്ടിൽ പല പ്രശ്നങ്ങൾ. ഇപ്പോൾ 9A+ കിട്ടിയ ഒരു കുട്ടിയാണ് ആത്മഹത്യ ചെയ്തത്. 9A+ കിട്ടിയ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുമ്പോൾ എത്ര ദാരുണമാണ്. എത്രയോ മിടിക്കുകയാണ് ആ കുട്ടി. എന്തെല്ലാം സാധ്യതകളുള്ളൊരു കുട്ടിയാണ്. ഒരു A+ എന്ന് പറയുന്നത് ഇതിന് എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടോ? അല്ലെങ്കിൽ ഈ A+ കിട്ടിയ ആരെങ്കിലും ജീവിതത്തിൽ വിജയിച്ചതിനെക്കുറിച്ച് എന്തെങ്കിലും ഡേറ്റ ഉണ്ടോ? ഇനി കിട്ടാതെ പോയവർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായതായിട്ട് പഠനങ്ങളുണ്ടോ? ഇതൊന്നുമില്ല. ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറയുന്നത് ചില ക്വാളിറ്റീസിൻ്റെ അടിസ്ഥാനത്തിലാണ്. കുട്ടികളിൽ ആ ക്വാളിറ്റീസ് ഉണ്ടോ? അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവം? 9A+ ഉള്ളൊരു കുട്ടി പിന്നെ ജീവിതത്തിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രശ്നം ആ വീട്ടിലെ മാനസികാരോഗ്യത്തിൻ്റെയും വൈകാരികാരോഗ്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ കുറവ് തന്നെയാണ്. ഒരു സംശയമില്ല. അത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിലേതെങ്കിലുമൊക്കെ ഫാക്ടേഴ്സ് അവിടെ കുറവാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് മലയാളികൾക്ക് എവിടെ പോയാലും നല്ല ബുദ്ധിയുള്ളവരാണ്, നല്ല കഴിവുള്ളവരാണ്, സാമ്പത്തികമായി നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നവരാണ്. പക്ഷേ ജീവിക്കാനുള്ള എന്തോ ഒരു പ്രയാസം. അതിൻ്റെ പ്രധാനമായൊരു കാര്യം, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഒരു ഇൻഡിവിജ്വലിൽ ഉണ്ടാകുന്ന പ്രശ്നം അത് ഫാമിലിയെ മുഴുവൻ ഡിപ്പെൻഡൻ്റ് ആക്കുന്ന ഒരു പ്രവണത നമുക്കുണ്ട്. ഇൻഡിവിജ്വലിനൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ഇൻഡിവിജ്വലിൻ്റെ പ്രോബ്ലം ഇൻഡിവിജ്വലിൽ തന്നെ നിർത്തുകയും അത് ഇൻഡിവിജ്വലായിട്ട് തന്നെ പരിഹരിക്കുകയും ചെയ്താൽ ഇതിന് വലിയൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി പരസ്പരമാണ് പ്രശ്നം. ഗോ ആൻഡ് കൺസൾട്ട് സംബഡി. അപ്പോൾ ഒരാൾക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ സന്തോഷമായിട്ട് പോയിട്ടൊരു ഡോക്ടറിൻ്റെ അടുത്ത് പറയണം, ഡോക്ടറാണ് ഇന്ന പോലൊരു പ്രശ്നമുണ്ടല്ലോ, ഒരു കൗൺസിലറിനെ, ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പറയും, ഇന്നൊരു പ്രോബ്ലം ഉണ്ട്. ഇതാണ് അഡ്വാൻസ്ഡ് രാജ്യങ്ങളിലുള്ള മനുഷ്യർക്ക് ചെയ്യുന്നത്. ലോകത്തെല്ലായിടത്തും ചെയ്യുന്ന അങ്ങനെയാണ്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കുറേ കൂടെ കമ്മ്യൂണിറ്റി ലിവിങ് ഉള്ളവരാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ സൗഹൃദങ്ങളൊക്കെ കൂടുതലുള്ളവരാണ്. അവരവരുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് അതങ്ങ് പരിഹരിക്കും. അപ്പോൾ അവരവരുടെ ഇൻഡിവിജ്വൽ ലെവലിൽ തന്നെ അത് പരിഹരിക്കപ്പെടും. ഇനി ഹസ്ബൻഡിനും വൈഫിനും പ്രശ്നമുണ്ട്, നമ്മൾ ഒരു മൂന്നാമതൊരാൾ നല്ല സീസൺഡ് ആയിട്ടുള്ള പിന്നെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ആളിൻ്റെ അടുത്ത് പോയി ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ദർ വിൽ അറൈസ് എ സൊല്യൂഷൻ. ഇനി പേരൻറ്റിങ്ങിലാണോ പ്രോബ്ലം? കുട്ടികളെ വളർത്താൻ അറിയില്ല. ധാരാളം ആൾക്കാർ പിന്നെ ഇന്നത്തെ കാലത്ത് ഒരു അഡ്വൈസ് സീക്കുകയും ഒരു അഡ്വൈസ് എടുക്കുമ്പോൾ ആ പ്രശ്നം പരിഹരിച്ചു. നമുക്ക് പേരൻറ്റിങ്ങിലുള്ള കുറവുകൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അത് വേറൊരാൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവർക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഹൈപ്പർ ആക്റ്റീവ് കുട്ടിയുടെ കാര്യം ഇന്ന് രാവിലെ എന്നോട് തിരക്കി, ഭയങ്കര ആക്റ്റീവാണ് ആ കുട്ടി, വീട്ടിനകത്ത് കിടന്ന് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കുന്നു, അനിയത്തിയെ തട്ടി താഴെ ഇടുന്നു, അനിയത്തിക്ക് പല പ്രോബ്ലംസ് ഉണ്ടാക്കും. അപ്പോൾ എന്താണ് അന്വേഷിച്ച് വന്നപ്പോൾ അമ്മയ്ക്ക് കുട്ടിയെ വെളിയിൽ വിട്ട് കളിപ്പിക്കാനൊക്കെ പേടിയാണ്, അതുകൊണ്ട് വീട്ടിനകത്ത് തന്നെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അവധി സമയത്തൊക്കെ ഒരു കുഞ്ഞ് വീട്ടിനകത്ത് കുറേ സമയം ഇരിക്കുമ്പോഴത്തേക്ക് ആ കുട്ടി ബേസ്റ്റ് ആവും. അപ്പോൾ അമ്മയിലുണ്ടായിരുന്ന പ്രശ്നം അമ്മ പരിഹരിക്കാഞ്ഞതുകൊണ്ട് അത് കുട്ടിയിലെത്തിയപ്പോൾ കുട്ടി വേസ്റ്റായി. ഇതാണ് സംഭവിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡൈനാമിക്സ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പിന്നെ ഒരു എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നല്ലൊരു എഡ്യൂക്കേഷൻ കൗൺസിലറിനെ കാണുക. കരിയറുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ കരിയറിന് അറിയാവുന്ന ഒരാളിനെ വിളിക്കുക. ഇപ്പോൾ ഒരു കുട്ടി എന്നെ വിളിച്ചതേ ഉള്ളൂ, സാറേ എനിക്ക് CA പഠിക്കാനാണ് ആഗ്രഹം, പേരൻസിനെല്ലാം സയൻസ് പഠിക്കണമെന്ന് പറയുന്നത്, ഞാൻ ഏത് ഗ്രൂപ്പാണ് എടുക്കേണ്ടത്? അപ്പോൾ അത് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു പ്രോപ്പർ ഗൈഡൻസ് എടുക്കുക. അപ്പോൾ നമുക്ക് സയൻസ് എടുത്താൽ എന്തൊക്കെ ആവും, CAക്ക് പോകുന്നതിൻ്റെയൊക്കെ ചലഞ്ചസ് എന്തൊക്കെയാണ്, നാളെ ഇതിൻ്റെയൊക്കെ കരിയറുകൾ എങ്ങനെയാണ്, ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് നമുക്കൊരു ജോലി കിട്ടുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ യു ഗെറ്റ് പീസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പല പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. ഇനി പരസ്പരം കെയർ ഇല്ലാത്തതുകൊണ്ട് എന്ത് പറ്റുന്നു? ഭർത്താവിനെ ശരിയായ രീതിയിൽ കെയർ ചെയ്യുന്നില്ല. ഭർത്താവ് അപ്പോൾ കെയർ കിട്ടുന്നിടത്തേക്ക് പോകും. പല ആൾക്കാരും അവരുമായി സൗഹൃദങ്ങളുണ്ടാകുന്നു. ആ സൗഹൃദങ്ങൾ ചിലപ്പോൾ വൈകാരികമാകുന്നു. ആ വൈകാരിക സൗഹൃദങ്ങൾ ചിലപ്പോൾ വേറെ ചില തലത്തിലേക്ക് മാറുന്നു. ഇത് തന്നെ ഭാര്യയെ കെയർ ചെയ്തില്ലെങ്കിൽ ഭാര്യയ്ക്ക് ഉണ്ടാവും. ക്വൈറ്റ് നാച്ചുറൽ. ഇതിനൊന്നും കിടന്ന് കയ്യും കാലും ഇട്ട് അടിച്ചിട്ടൊന്നും കാര്യമില്ല. അല്ലെങ്കിൽ ഭാര്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ ഭർത്താവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ കാര്യമില്ല. ഇനി കുട്ടികൾക്ക് ആവശ്യമുള്ള അംഗീകാരം, സ്നേഹം, സപ്പോർട്ട്, മനസ്സിലാക്കലൊക്കെ കിട്ടാതെ വരുമ്പോൾ കുട്ടികൾ അതൊക്കെ കിട്ടുന്നിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. പിന്നെ അതിന് കിടന്ന് കയ്യും കാലും ഇട്ട് അടിച്ചിട്ട് കാര്യമില്ല.
അപ്പോൾ അടിസ്ഥാനപരമായി ഞാൻ പറഞ്ഞു നിർത്തുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ഇൻഡിവിജ്വലായിട്ട് നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. അത് തിരിച്ചറിയാൻ കഴിയുന്നത് തന്നെ വലിയൊരു ജ്ഞാനമാണ്. അല്ലെങ്കിൽ ഒരു പ്രോബ്ലം തിരിച്ചറിയുന്നില്ല, പക്ഷേ എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, എന്താണെന്ന് അറിയുന്നില്ല, കൺസൾട്ട് സംബഡി, ഗോ ടു സംബഡി. നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ കൺട്രോള് നഷ്ടപ്പെടുന്നതായിട്ട് തോന്നുന്നെങ്കിൽ, നമുക്ക് ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതിരിക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ, നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുന്നതെന്ന് തോന്നുന്നെങ്കിൽ, തീർച്ചയായിട്ടും അതിനൊരു ഹെൽപ്പ് എടുക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ള ഏറ്റവും അടുത്തുള്ള ആൾക്കാരെ നശിപ്പിക്കാതിരിക്കാൻ നിങ്ങളെ സഹായിക്കും. എല്ലാവരും കുറച്ച് കാലമൊക്കെ സഹിക്കും, ഒരുപാട് കാലം ആരും സഹിക്കില്ല. സ്വന്തം മക്കളായാലും സഹിക്കില്ല, പേരൻസ് ആയാലും സഹിക്കില്ല, ആരും സഹിക്കില്ല. പിന്നെ ഈ ഇൻലോസിൻ്റെയൊക്കെ ഒരുമാതിരി ഉടായിപ്പ് ഇടപെടലുകളുണ്ട്. അതിനേക്കാളും ദുരന്തമാണ് ഈ ആത്മീയ ആൾക്കാരുടെ ഇടപെടലുകൾ. അച്ഛന്മാരെല്ലാം കൗൺസിലർമാരാണ്, കൊച്ചന്മാരെല്ലാം ഇതൊക്കെ അങ്ങ് നിർത്തണം. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത പണിക്ക് നിങ്ങൾ പോകാതിരിക്കുക. നമുക്ക് ആ ഒരു സൊല്യൂഷനിലേക്ക് അവരെ നയിക്കാൻ കഴിയുന്നെങ്കിൽ കൊണ്ടുവരാം. ഞാൻ ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട്. ഈ ആത്മീയ ആൾക്കാരൊക്കെ ഇടപെട്ട് കുളവാക്കിയ കേസുകൾ. അതുപോലെ അറിയാൻ വയ്യാത്ത ആൾക്കാർ ഇതിനകത്തൊക്കെ നമുക്ക് അറിയാവുന്നവരിടപെട്. നിങ്ങളുടെ തന്നെ ജീവിതത്തിനൊരു സന്തോഷവും താളമൊക്കെ ഉണ്ടോ? നിങ്ങൾക്ക് തന്നെ അതിനൊരു ലീഡർഷിപ്പ് ഉണ്ടോ? യു ക്യാൻ ഇൻ്റർഫിയർ ഇൻ അതേഴ്സ് ഇഷ്യൂസ്. നിങ്ങൾക്ക് തന്നെ ബോധവും പൊക്കണോ, ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കുക. ഇൻലോസിൻ്റെ ഒരു കുഴപ്പം എന്താണ്? ആവശ്യമില്ലാതെ ഇപ്പം മോളെ സുഖമാണോ, മോളെ രാവിലെ എന്തോ ഒഴിച്ചു, ഇങ്ങനെ എല്ലാ ദിവസവും കല്യാണം കഴിഞ്ഞൊരു കൊച്ചിനെ വിളിച്ച് ചോദിക്കേണ്ട കാര്യമില്ല, മോനെ വിളിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. അവർ ഭാര്യയും ഭർത്താവും കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാൻ പഠിച്ചോളൂ. അവർ ഫൈനലി ഒരു താളം കണ്ടെത്തിക്കോളൂ. പക്ഷെ നമ്മൾ ഇടപെടും തോറും അവർക്ക് സ്വയം ഒരു താളം കണ്ടെത്താനുള്ള സാധ്യത കുറയും. അതുപോലെ കൊച്ചുമക്കളെ കൊണ്ട് പൊളിറ്റിക്സ് നടത്തുന്ന ഗ്രാൻഡ് പേരൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നിർത്തുക. കുറച്ച് ക്വാളിറ്റി ഓഫ് ലിവിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ല. എത്ര വലിയ കാറുണ്ടെങ്കിലും നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നില്ല, ഇറ്റ്സ് എൻ അട്ടർ ഫെയിലിയർ. കാറോ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽ തിങ്സോ ശമ്പളമോ ഒന്നുമല്ല. ഇനി ഒരാൾക്ക് ശമ്പളമുള്ളൂ, സുഖമായി ജീവിക്കാം. പരസ്പരം നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ മതി, സ്നേഹം ഉണ്ടായാൽ മതി, കരുതലുണ്ടായാൽ മതി. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ ഒരു പ്രയാസമില്ല. അപ്പോൾ ഈ മെറ്റീരിയൽ അല്ലാത്ത കുറേ അസറ്റ്സ് ഉണ്ട് ലോകത്ത്. ഈ അസറ്റ്സൊക്കെ മലയാളി തിരിച്ചു പിടിക്കണം. നമ്മുടെ ഈ മെറ്റീരിയലിസം ഒന്ന് താഴോട്ട് കൊണ്ടുപോകാം. ലൈഫിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സന്തോഷകരമായി ജീവിക്കാൻ എല്ലാവർക്കും കഴിയും, പറ്റുന്നില്ല. ടേക്ക് ദ അഡ്വൈസ് ഓഫ് എൻ എക്സ്പേർട്ട്, ഗൈഡൻസ് ഓഫ് എൻ എക്സ്പേർട്ട്. വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇത് അകത്ത് വെച്ച് പുഴുങ്ങി പൊട്ടിത്തെറിപ്പിച്ച് നാശമാക്കി കളയാതിരിക്കുക. ഇപ്പോൾ 60 വയസ്സുള്ള ആൾക്കാർ വരെയാണ് ഡിവോഴ്സിന് വന്നേക്കുന്നത്. പ്രശ്നം ചിലപ്പോൾ ഒരു സംശയരോഗമായിരിക്കും. ആ സംശയരോഗം എന്ന് പറയുന്നത് ഒരു മാനസിക രോഗമാണ്. അതിനൊരു ചെറിയൊരു ടാബ്ലറ്റ് കൊണ്ട് ചിലപ്പോൾ ആ അസുഖം ഭേദമാക്കി സന്തോഷമായി ജീവിക്കാൻ പറ്റും. പക്ഷേ ഇത് അകത്ത് വെച്ച് വലിയ കുഴപ്പങ്ങളാക്കി മാറ്റാതിരിക്കുക. ഒരു മനുഷ്യനെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, സാറേ എനിക്ക് വളരെ ഡീസൻ്റായിട്ട് ജീവിക്കുന്ന ഒരാളാണ്, പക്ഷേ എൻ്റെ ഭാര്യ എന്നെ അങ്ങ് സംശയിച്ചിട്ട് നാട്ടുകാരെ എല്ലാം ചേർത്ത് എന്നെ അങ്ങ് പറയുകയാണ്. അപ്പോഴത്തേക്ക് ആ മനുഷ്യൻ്റെ താളം തെറ്റി. ആ മനുഷ്യൻ എന്ത് ചെയ്തു? ആ മനുഷ്യൻ കൈ കിട്ടിയത് വെച്ചിട്ട് ഇവരുടെ തലയ്ക്ക് അടിച്ചു. അപ്പോഴത്തേക്കത് പോലീസ് കേസായി, വലിയ പ്രശ്നങ്ങളായി. ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാതിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനമുള്ള ജീവിതം ആശംസിക്കുന്നു. എല്ലാവരും ജീവിതത്തെ സ്നേഹിക്കാനും ജീവിതം ഒരു ലഹരിയാക്കി മാറ്റാനും ശ്രമിക്കുക. അതിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ സത്യത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് റെഗുലറായിട്ട് അഡ്രസ്സ് ചെയ്യുന്നത്. ഈ കമ്മ്യൂണിറ്റിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നതിലും നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. ഹാപ്പി ലിവിങ്.